അങ്ങനെ ഹണി റോസിനെയും കണ്ട് സലീം കോടത്തൂരിനെയും കണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് പറയാണ്ടിരിക്കണം നല്ലത്. ആൾക്കാർ എങ്ങനെയായാലും വരും. നമ്മുടെ അഴീക്കോട് ബീച്ചിലൊക്കെ ഹണി റോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ക്രൗഡിന്റെ കാര്യം പറയണ്ടല്ലോ. സ്റ്റേജിൽ ഫാഷൻ ഷോ ഉണ്ട്, അതിന്റെ റിഹേഴ്സൽ അവിടെ നടക്കുന്നത്. ചുമ്മാ അങ്ങനൊന്നും കൈവീശി നടത്തിക്കൂല, പറഞ്ഞുതരാനൊക്കെ ആളുണ്ട്. ഇത്ര നേരമായിട്ടൊന്നും വന്നിട്ടില്ല. ഹണി റോസ് നമ്മുടെ ഇവിടെ വന്നെത്തിയപ്പോ തന്നെ കുറച്ച് നേരമായി. നമ്മുടെ പാട്ടുകാരൻ സലീം കാറിലിരിക്കാനുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് വേണം ഓരോന്നൊക്കെ ചെയ്യാൻ. ഫ്രണ്ടിലെ ഗേറ്റ് വഴി കൊണ്ടുപോകാന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. സ്റ്റേജിന്റെ ബാക്കിൽ കൂടെ കയറുള്ളൂ എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത്ര ആൾക്കാരോട് വന്ന് വന്നിറങ്ങിയപ്പോ തന്നെ തിക്കും തിരക്കായി. എങ്ങനെ കണ്ടൊക്കെ സ്റ്റേജിലോട്ട് കയറ്റി. പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം ഡേബക്സിന്റെ ഫാഷൻ ഷോ ആയിരുന്നു. ഹണി റോസ് ഇവിടെ വന്നിറങ്ങിയ കാർ പൂണ്ടും പോയി. എന്തൊരു അവസ്ഥ നോക്കി. എംടെൽ മൊബൈൽസിന്റെ വിവോ X300ന്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടിയാണ് ഹണി റോസ് ഇങ്ങോട്ട് വന്നത്. ഇറങ്ങാൻ നേരെ എല്ലാവരും വട്ടം കൂടി നല്ല സെൽഫി എടുക്കലായി. പിന്നെ ഞാൻ ചെന്ന് അടുത്ത് പോയി നേരിട്ട് കണ്ടു. പിന്നെ കാണാൻ മാത്രമല്ല നമുക്കൊരു ഹായ് തന്നു വിട്ട്. റോട്ടിലാണെങ്കിൽ അത്രയും തിരക്കാണ്, വണ്ടി പോയിട്ട് ഒന്നും നടക്കാനും പോലും പറ്റണല്ലോ. സ്റ്റേജിന്റെ ഇവിടെ തിരക്കിന് ഓരോന്നില്ല, തിരക്കൊക്കെ ഉണ്ട്. എന്താ കാരണം നമ്മുടെ സലീം കോടത്തൂരിന്റെ പാട്ടൊക്കെ വേണ്ടി എല്ലാവരും കാത്തിക്കണത്. ഈ വണ്ടി പൂണ്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല, അതിന്റെ ബാക്കിൽ വേറെ വണ്ടിയൊക്കെ വന്ന് പൂണ്ട് പോലാണ്. ഇവിടെ വന്ന് എല്ലാവരായിട്ട് സെൽഫി എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് നീ പണ്ടൊക്കെ എന്തോ ഒരു പാട്ടിന് പാടിയേക്കണ്. ഇപ്പോഴും എല്ലാവരും മനസ്സിലുണ്ട്. സലീം കോടത്തൂരിന്റെ ഒക്കെ പാട്ട് ഇപ്പോഴും നൊസ്റ്റാൾജിക്കാണ്. എപ്പോഴും കേട്ടാലും ഭയങ്കര ഇഷ്ടമാണ്. ആ സൈഡും ഈ സൈഡൊക്കെ ഫുൾ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ പരിപാടികൾ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരായിട്ട് സെൽഫി എടുത്തിട്ടാണ് വിട്ടത്. അങ്ങനെ ഇക്കാടെ മോളായിട്ടും നിൽക്കാനായിട്ടും ഒരു ഹായ് കൊടുത്തു. എത്രയായാലും കുട്ടിക്കളി മാറൂല എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ള സ്പോട്ടിൽ വന്നിട്ടാണ് ഇക്കയും ഫാമിലി വന്ന് ഫുഡ് കഴിച്ചത്. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് പൊറോട്ടയും ചിക്കൻ. സ്ഥിരം വരാറുള്ള പോലെ ഒരുമിച്ച് വന്നിരുന്ന് ഫുഡും കഴിച്ചു. അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണാട്ടാ. ബൈ കൂട്ടുകാരെ, പോണേന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ, മറക്കരുതിട്ടാ.